നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് ലഹരിവേട്ട. ആനമൂളിയിൽ പൂട്ടിക്കിടന്ന കെട്ടിടത്തിൽ നിന്നും 75 ലക്ഷം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി. പട്ടാമ്പിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 10 കിലോ കഞ്ചാവ് കണ്ടെത്തി. രാജ്യത്തെ ഗ്രാമീണ തൊഴിൽ മേഖലയെ അവഗണിച്ച് കോർപ്പറേറ്റുകൾക്ക് വളരാൻ കേന്ദ്ര സർക്കാർ സാഹചര്യമൊരുക്കുകയാണെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CS സുജാത. തുല്യ ജോലിക്ക് സ്ത്രീകൾക്കും തുല്യവേതനമെന്നത് വാക്കുകളിൽ മാത്രമായി ഒതുങ്ങും. കുരുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെ സഞ്ചരിച്ച ഔദ്യോഗിക വാഹനം അപകടത്തിൽപ്പെട്ടു. ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ചാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റാർക്കും കാര്യമായ പരിക്കില്ല. ഇന്ത്യൻ സൈനികർക്ക് ഐക്യദാർഢ്യവുമായി പെരിന്തൽമണ്ണയിൽ മുസ്ലിം ലീഗ് പദയാത്ര. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയെയും വെടിനിർത്തൽ തീരുമാനത്തെയും സ്വാഗതം ചെയ്ത ലീഗ് നേതാക്കൾ. ദേശീയപാതയിൽ പെരിന്തൽമണ്ണ മുതൽ മണ്ണാർക്കാട് വരെ വേഗതാ നിരീക്ഷണ ക്യാമറകളില്ല. വാഹനങ്ങൾക്ക് എത്ര വേഗതയിലും സഞ്ചരിക്കാം. പോലീസ് നിരീക്ഷണവും കാര്യക്ഷമമല്ലെന്ന് പരാതി. വിശദമായ വാർത്തകൾ നോക്കാം. പൂട്ടിക്കിടന്ന കെട്ടിടത്തിൽ നിന്നും 75 ലക്ഷത്തോളം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മണ്ണാർക്കാട് പോലീസ് പിടികൂടി. ആനമൂളി പെട്രോൾ പമ്പിന് സമീപം പൂട്ടിക്കിടന്ന കെട്ടിടത്തിൽ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും മണ്ണാർക്കാട് പോലീസും ആനമൂളിയിൽ പെട്രോൾ പമ്പിന് സമീപത്തുള്ള പഴയ ചെരുപ്പ് കമ്പനിയുടെ പൂട്ടിക്കിടന്ന കെട്ടിടത്തിൽ പരിശോധനയ്ക്കെത്തിയത്. ഇവിടെ നിന്നും 93 വലിയ ചാക്കുകളിലായി സൂക്ഷിച്ച 1,39,500 പാൻ മസാല പാക്കറ്റുകളാണ് പിടിച്ചെടുത്തത്. മണ്ണാർക്കാട് SI ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് റെയ്ഡ് നടത്തിയത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് മണ്ണാർക്കാട് പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ റെയ്ഡിൽ ആനമൂളി പെട്രോൾ പമ്പിന് സമീപം ഉള്ള ഒരു പൂട്ടിക്കിടക്കുന്ന ബില്ലിൽ നിന്നും 93 ചാക്ക് ഹാൻസ് പിടിച്ചെടുത്തിട്ടുള്ളതാണ്. 93 ചാക്കുകളായിട്ട് 1,39,500 പാക്കറ്റുകളാണ് പോലീസ് പിടിച്ചിട്ടുള്ളത്. ഈ ബിൽഡിങ് കുന്തിപ്പുഴയിലുള്ള നമ്പിയത്ത് നൌഷാദ് എന്ന ആളുടെ ഉടമസ്ഥയിലുള്ള ബിൽഡിങ്ങാണ്. ആളെ വിളിച്ചു കയറ്റി ബാക്കിയുള്ള നടപടികളാണ്. മണ്ണാർക്കാട് കുന്തിപ്പുഴ സ്വദേശി നമ്പിയത്ത് നാണിപ്പ എന്ന നൌഷാദിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം. മണ്ണാർക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 75 ലക്ഷത്തിന്റെ പാക്കറ്റുകൾ മാർക്കറ്റിലെത്തുന്നതോടെ 1.5 കോടിയോളം രൂപ വില വരുമെന്ന് പോലീസ് അറിയിച്ചു. പട്ടാമ്പി നമ്പ്രം റോഡിൽ ഭാരതപ്പുഴയ്ക്ക് സമീപത്ത് വൻ കഞ്ചാവ് ശേഖരം കണ്ടെത്തി. ഉപേക്ഷിച്ച നിലയിൽ കണ്ട ചാക്ക് നാട്ടുകാർ പരിശോധിക്കുകയായിരുന്നു. 10 കിലോയിലധികം കഞ്ചാവാണ് കണ്ടെത്തിയത്. നാട്ടുകാർ പട്ടാമ്പി പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് ശേഖരം പിടികൂടി. 10 കിലോ 122 ഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയത്. പട്ടാമ്പിയിലും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താൻ എത്തിച്ചതാകാം കഞ്ചാവ് എന്നാണ് നിഗമനം. കച്ചവടക്കാർക്ക് കൈമാറുന്നതിനായി കഞ്ചാവ് ശേഖരമുള്ള ചാക്ക് ഇത്തരത്തിൽ ഉപേക്ഷിക്കുന്ന രീതിയും മാഫിയ സംഘങ്ങൾക്കുള്ളതായാണ് പോലീസ് നൽകുന്ന വിവരം. കണ്ടെത്തിയ കഞ്ചാവ് പട്ടാമ്പി പോലീസ് കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. കഞ്ചാവ് ശേഖരം എത്തിച്ച പ്രതികളെ കണ്ടെത്തുന്നതിനായി അന്വേഷണം ആരംഭിച്ചു. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V രമണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ഇസാക്ക്, വാർഡ് മെമ്പർ PK ആസിയ തുടങ്ങിയവർ സഞ്ചരിച്ച വാഹനം മുളയങ്കാവ് വല്ലപ്പുഴ റോഡിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു. വല്ലപ്പുഴയിൽ നിന്നും മുളയങ്കാവിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഞ്ചായത്ത് ജീപ്പിലുണ്ടായിരുന്ന ആർക്കും കാര്യമായ പരിക്കില്ല. രാജ്യത്തെ ഗ്രാമീണ തൊഴിൽ മേഖലയെ അവഗണിച്ച് കോർപ്പറേറ്റുകൾക്ക് വളരാൻ കേന്ദ്ര സർക്കാർ സാഹചര്യങ്ങൾ ഒരുക്കുകയാണെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CS സുജാത പറഞ്ഞു. ഏലംകുളത്ത് നടന്ന അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ദേശീയ വനിതാ കൺവെൻഷന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു CS സുജാത. പെരിന്തൽമണ്ണയിൽ നടന്ന പൊതുസമ്മേളനം കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റ് A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ കാർഷിക മേഖലയിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ ഏറെയാണെന്നും കൂലിയിലെ വിവേചനം പ്രധാന പ്രശ്നമാണെന്നും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CS സുജാത പറഞ്ഞു. നേരത്തെ കാർഷിക മേഖലയ്ക്ക് വെച്ചിരുന്ന സംഖ്യയിൽ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ എല്ലാം പ്രതിഫലനം ഉണ്ടാകുന്ന തൊഴിലാളികളുടെ ജീവിതത്തിലാണ്. അതിൽ തന്നെ സ്ത്രീ തൊഴിലാളികൾ. ഇന്ന് രാവിലെ നടന്ന സെമിനാറിൽ പ്രശസ്തയായ ഡോക്ടർ മധുര സ്വാമിനാഥൻ അവിടെ അവതരിപ്പിച്ച അവരുടെ പ്രബന്ധത്തിൽ കാർഷിക മേഖലയിൽ ജോലിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികളുടെ ജീവിതം അവരവിടെ വരച്ചു കാട്ടുകയുണ്ടായി. കാരണം പണിയെടുക്കുന്ന തൊഴിലാളിക്ക് നന്നായി കൂലി കിട്ടിയില്ലെങ്കിൽ അത് അവളുടെ ജീവിതത്തെ ആകെ ബാധിക്കുന്നു. അവൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല.
അവളുടെ കുഞ്ഞുങ്ങളെ അവൾക്ക് പഠിപ്പിക്കാൻ കഴിയുന്നില്ല. കുടുംബത്തിലുള്ള മറ്റാളുകളെ അവൾക്ക് സഹായിക്കാൻ കഴിയുന്നില്ല. എല്ലാ ദിവസവും അവൾക്ക് പണി കിട്ടുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ ഇന്ത്യൻ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ വിഷയങ്ങളെല്ലാം വളരെ ഭംഗിയായി തന്നെ കർഷക തൊഴിലാളി യൂണിയൻ ദേശീയ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തുല്യ ജോലിക്ക് തുല്യവേതനം എന്നത് വാക്കുകളിൽ മാത്രമായി ഒതുങ്ങുന്നു. തുച്ഛമായ കൂലിയാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്നത്. രാജ്യത്ത് തൊഴിൽ അന്വേഷിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിലും സ്ഥിതി മറിച്ചല്ല. പദ്ധതി പ്രകാരം തൊഴിൽ കിട്ടണമെന്ന് ആവശ്യപ്പെടുന്ന കുടുംബങ്ങൾ കൂടി. എന്നാൽ മറുഭാഗത്ത് കേന്ദ്രം തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും CS സുജാത കുറ്റപ്പെടുത്തി. കേരളത്തിൽ തൊഴിലാളികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളൊരുക്കിയാണ് LDF സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. പെരിന്തൽമണ്ണയിൽ നടന്ന പൊതുസമ്മേളനം കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റ് A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. അനേകായിരം വർഷമാണ് പാവപ്പെട്ടവന് സ്വന്തം മണ്ണിൽ ചവിട്ടി നിൽക്കാൻ കഴിയാതെ പോയത്. പാവപ്പെട്ടവന് സ്വന്തമായി ഒരു വീട് വയ്ക്കാൻ ഭൂമിയില്ലാതെ പോയത്. അങ്ങനെ ആയിരക്കണക്കിന് വർഷം നീണ്ടുനിന്ന പ്രമാണിത്വത്തിൻ്റെ കിരാത വാഴ്ചയെ നശിപ്പിക്കാൻ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക്, ചെങ്കൊടിക്ക് എത്ര കാലം വേണമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് EMS എഴുതിയത്. അതിന് വേണ്ടത് 7 ദിവസമാണ്. 1000 കൊല്ലം നിങ്ങൾ ഞങ്ങളെ അടിച്ചമർത്തിയാൽ 7 ദിവസം കൊണ്ട് ഉയർത്തെഴുന്നേൽക്കാൻ ഇടതുപക്ഷക്കാർക്ക് കഴിയുമെന്ന് തെളിയിക്കുന്നതാണ് കേരളത്തിലെ ഒഴിപ്പിക്കൽ നിരോധന നിയമം. പാവങ്ങളെ പുറത്താക്കാൻ പാടില്ല. അവൻ കിടക്കുന്ന സ്ഥലത്തുനിന്ന്, താമസിക്കുന്നിടത്തുനിന്ന് പുറത്താക്കാൻ പാടില്ല. കൃഷി ചെയ്യുന്ന കൃഷിഭൂമിയിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ പാടില്ല. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി K കോമളവല്ലി അധ്യക്ഷത വഹിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി B വെങ്കിട്ട്, CPM പോളിറ്റ് ബ്യൂറോ അംഗം ബിജു കൃഷ്ണൻ, KSKTU സംസ്ഥാന സെക്രട്ടറി N ചന്ദ്രൻ, കോർഡിനേറ്റർ ലളിത ബാലൻ, E ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ സൈനികർക്ക് ഐക്യദാർഢ്യവുമായി പെരിന്തൽമണ്ണയിൽ മുസ്ലിം ലീഗ് പദയാത്ര. മെയ് 4 മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സപ്തദിന പദയാത്രയുടെ സമാപനത്തിലാണ് ഇന്ത്യൻ സൈന്യത്തിന് അഭിവാദ്യമർപ്പിച്ച് പദയാത്ര നടത്തിയത്. സമാപന പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗിന്റെ ഐതിഹാസികമായ പദയാത്ര രാജ്യാതിർത്തിയിൽ കടപെടുക്കുന്ന ഇന്ത്യൻ അഭിമാനത്തിന് വേണ്ടി രാജ്യാതിർത്തിയിൽ കടപെടുക്കുന്ന ഇന്ത്യൻ ആർമിക്ക്, ഇന്ത്യൻ പട്ടാളക്കാരന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടുള്ള മുസ്ലിം ലീഗിന്റെ പദയാത്ര ചരിത്രം തീർത്തുകൊണ്ട് ഇതാ സമാപന സമ്മേളന നഗരിയിലേക്ക് കാൽനടയായി കടന്നു വരികയാണ് മുസ്ലിം ലീഗ്. അഭിമാനകരമായ അസ്തിത്വത്തിന് എന്ന പ്രമേയമുയർത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ മെയ് 4 പുലാമന്തോൾ പാലൂരിൽ നിന്നാണ് മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സപ്തദിന പദയാത്ര ആരംഭിച്ചത്. മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിലും നഗരസഭയിലും പദയാത്ര പൂർത്തിയാക്കി. പെരിന്തൽമണ്ണ നഗരത്തിലെ പൊന്നിയാകുറിശി മുതൽ ടൗൺ സ്ക്വയർ വരെയായിരുന്നു അവസാന ദിവസത്തെ പദയാത്ര. അതിർത്തിയിൽ യുദ്ധമുഖത്ത് രാജ്യസുരക്ഷയ്ക്കായി പോരാടുന്ന ഇന്ത്യൻ സൈനികർക്ക് ഐക്യദാർഢ്യവുമായി പ്രവർത്തകർ പ്ലക്കാർഡുകൾ ഉയർത്തിയും ബാഡ്ജുകൾ ധരിച്ചുമാണ് പദയാത്ര നടത്തിയത്. നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് AK നാസർ ക്യാപ്റ്റനായും ജനറൽ സെക്രട്ടറി S അബ്ദുസലാം വൈസ് ക്യാപ്റ്റനായും ട്രഷറർ നാലകത്ത് ഷൗക്കത്ത് ഡയറക്ടറുമായി പദയാത്ര നയിച്ചു. മുൻ മന്ത്രി നാലകത്ത് സൂപ്പി, നജീബ് കാന്തപുരം MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, സലീം കുരുവമ്പലം, ഉസ്മാൻ താമരത്തെ തുടങ്ങിയ നേതാക്കൾ മുൻനിരയിൽ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഇന്ത്യൻ സേന തിരിച്ചടി നൽകിയതിനെയും ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ തീരുമാനത്തെയും നേതാക്കൾ സ്വാഗതം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സേന നടത്തിയ വളരെ ശക്തമായ പ്രതിരോധവും ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ അഞ്ഞടിച്ച നമ്മുടെ ഇന്ത്യൻ ആർമിയോടുള്ള ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കുവാൻ ഇവിടെ അവസരമൊരുക്കുകയുണ്ടായി. തീർച്ചയായിട്ടും മുസ്ലിം ലീഗിൽ നിന്നും വളരെ വലിയ രാജ്യസ്നേഹം ഊട്ടിയുറപ്പിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ്. നമുക്കറിയാം, മഹാനായ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകൻ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തൻ്റെ സ്വന്തം മകനെ പാകിസ്ഥാനുമായി യുദ്ധ വേളയിൽ ആർമിയിലേക്ക് അയക്കുവാൻ തയ്യാറായ നേതാവാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, തീർച്ചയായിട്ടും
നമ്മെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് ജനങ്ങളുടെ ക്ഷേമവും നാടിൻ്റെ വികസനവും അതുപോലെ തന്നെ ജനങ്ങളുടെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലുള്ള പുരോഗതിക്കായി എത്തിച്ച പ്രസ്ഥാനമാണ്. ഒരു വെടിനിർത്തൽ കരാർ എന്ന് പറഞ്ഞാൽ പട്ടാളത്തെ ഇപ്പോൾ വിന്യസിച്ച സ്ഥലത്തൊന്നും മാറ്റില്ല. അപ്പോൾ കൊണ്ടു നിർത്തിയിട്ടുള്ള സ്ഥലത്തൊക്കെ അങ്ങനെ തന്നെ നിൽക്കും. ഈ പാകിസ്ഥാൻ ചിലപ്പോൾ അങ്ങനെ വിശ്വസിക്കാമെന്നില്ല എന്ന് വരും. അതുകൊണ്ട് നമ്മുടെ പട്ടാളം പെട്ടെന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും ആ യുദ്ധം ഇവിടെ നജീബിൻ്റെ അടുത്ത് പറയായിരുന്നു, ഈ ജാഥയുടെ സമാപന ദിവസം ഒരു നല്ല സന്തോഷ വാർത്ത കേൾക്കാൻ നിങ്ങൾക്ക് ഇടയായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ത്യൻ ആർമിയെ സല്യൂട്ട് ചെയ്യാനൊരു അവസരം ഉണ്ടായി. ഒരു രണ്ടോ വാക്ക് അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് അവസരം ഉണ്ടായ ഒരു നല്ല ദിവസമാണ് നമ്മളിപ്പോൾ ഈ സമ്മേളനം ഇവിടെ നടത്തുന്നത്. നിരപരാധികളായ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ തീവ്രവാദത്തിൻ്റെ പേര് പറഞ്ഞ്, ഭീകരവാദത്തിൻ്റെ പേര് പറഞ്ഞ് നീചമായ കൊലപാതകങ്ങൾക്ക് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നേതൃത്വം നൽകിയപ്പോൾ അതിനെ പിന്തുണയ്ക്കുകയും അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്തതിൻ്റെ പേരിലാണ് നമ്മുടെ രാജ്യം അതിശക്തമായ തിരിച്ചടി പാകിസ്ഥാന് നൽകിയത്. വളരെ കൃത്യമായി 9 തീവ്രവാദങ്ങളെ പാലൂട്ടുന്ന കേന്ദ്രങ്ങളിൽ നമ്മൾ പ്രഹരങ്ങൾ ഏൽപ്പിക്കുകയുണ്ടായി. അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് യുദ്ധത്തിലേർപ്പെട്ട 2 രാജ്യങ്ങളും അതിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ളത് നമുക്കേറെ ശുഭകരമാണ്. ആ സന്തോഷം ഈ സന്ദർഭത്തിൽ ഈ ജാഥയുടെ സമ്മേളനത്തിൽ നമുക്ക് പങ്കുവെക്കാം. മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് പത്തത്ത് ജാഫർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി എൻ ഷംസുദ്ദീൻ MLA, KN ഖാദർ, നജീബ് കാന്തപുരം MLA, നാലകത്ത് സൂപ്പി, CK സുബൈർ, താമരത്ത് ഉസ്മാൻ, മുനിസിപ്പൽ ലീഗ് ജനറൽ സെക്രട്ടറി നാലകത്ത് ബഷീർ, കോൺഗ്രസ് നേതാക്കളായ C. സേതുമാധവൻ, അരഞ്ഞിക്കൽ ആനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇതേസമയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് നേതാക്കൾ തുറന്നടിച്ചു. രണ്ടാം തരം പൗരന്മാരാക്കാൻ RSSന്റെ അജണ്ടകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സധൈര്യം പോരാട്ടങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് പൗരത്വ നിഷേധത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റും മോഡിയും ശ്രമിച്ചത്. നമ്മളതിനെ നിയമ പോരാട്ടത്തിലേക്ക് നയിച്ചു. ഇന്നത് നിയമ പോരാട്ടത്തിന്റെ വഴിയിലാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, ഈ അടുത്ത് രാജ്യത്തെ കോടാനുകോടി വരുന്ന ന്യൂനപക്ഷങ്ങളുടെ മുസ്ലിം സമൂഹത്തിന്റെ വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെടുത്താൻ, അത് അസ്ഥിരപ്പെടുത്താൻ, അതിനാണ് വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നത്. ഇന്ത്യ രാജ്യത്തെ മതേതര പ്രസ്ഥാനങ്ങളെ മുഴുവനും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ആശങ്കക്കൊപ്പം അവരുടെ ആക്ഷേപങ്ങൾക്കൊപ്പം നിർത്താൻ നമുക്ക് സാധിച്ചു. ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ പരിശോധിച്ചാൽ ദോശ ചുട്ടെടുക്കുന്ന ലാഘവത്തോടുകൂടി വലിയ വലിയ നിയമങ്ങൾ, രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ബാധിക്കുന്ന നിയമങ്ങൾ മോദി ചുട്ടെടുത്തിരുന്നുവെങ്കിൽ വഖഫ് നിയമത്തിൽ അത് സംഭവിച്ചില്ല. കമ്മ്യൂണൽ മെജോറിറ്റി ഉണ്ടാക്കാനാണ്, പൊളിറ്റിക്കൽ മെജോറിറ്റി അല്ല. അതിനാണ് ഈ ഭിന്നത പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? പൊളിറ്റിക്കൽ മെജോറിറ്റി ഹാസ് ബീൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ, റീപ്ലേസ്ഡ് ബൈ കമ്മ്യൂണൽ മെജോറിറ്റി. അപ്പോൾ രാഷ്ട്രീയ ഭൂരിപക്ഷത്തെ പകരം വെച്ചുകൊണ്ട് വർഗീയ ഭൂരിപക്ഷം ഇന്ത്യയിൽ മാറി വന്നു. ആ വർഗീയ ഭൂരിപക്ഷത്തെ മാറ്റുക എന്നത് കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം അവർ മാറില്ലെന്നൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷ ആളുകൾ അവർ കൂടെ ഇല്ല. ഭൂരിപക്ഷം എന്നൊക്കെ ഈ പറയുന്നതല്ലാതെ അവർക്ക് ഭൂരിപക്ഷമൊന്നുമില്ല. അവർക്ക് കിട്ടിയ വോട്ടിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ ഇപ്പുറത്തുണ്ട്. പിന്നെ ഹൈന്ദവ സഹോദരന്മാർ, നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരിൽ മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിലെ ഹൈന്ദവരും ഈ ഹിന്ദുത്വ ശക്തികളിൽ പെടുന്നവരല്ല, സംഘപരിവാറല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലും നമ്മൾ ഹൈന്ദവരായിട്ടുള്ള സഹോദരന്മാരെ സംഘപരിവാറായിട്ട് വെറുതെ ചിത്രീകരിക്കരുത്. ആ ഹൈന്ദവ സഹോദരന്മാർ ഭൂരിപക്ഷം നൽകിയാണ് ഏറെ കാലം ഇന്ത്യ രാജ്യത്ത് മതേതര ഗവൺമെൻറ് നിലനിന്നത്. ഇപ്പോഴും അവരാരും ഹൈന്ദവരെല്ലാം ഹിന്ദുക്കളെല്ലാം തന്നെ സംഘപരിവാറാണ് എന്ന ഒരു വികാരപരമായ സമീപനത്തിലേക്ക് നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ പെരിന്തൽമണ്ണ മുതൽ മണ്ണാർക്കാട് വരെ നിരീക്ഷണ ക്യാമറകൾ എവിടെയുമില്ല. ഡ്രൈവർമാർക്ക് ഇഷ്ടവേഗത്തിൽ വാഹനങ്ങൾ പായിക്കാം. ക്യാമറകളില്ലെന്ന് മാത്രമല്ല, റോഡിൽ പോലീസിൻ്റെ നിരീക്ഷണവും കാര്യക്ഷമമല്ല. ദേശീയപാതയുടെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയായതു മുതൽ കോഴിക്കോട് മണ്ണാർക്കാട് വരെയുള്ള ഭാഗത്ത് എവിടെയും പ്രവർത്തനസജ്ജമായ വേഗതാ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല.
ഡ്രൈവർമാർക്ക് ഇഷ്ടവേഗതയിൽ വാഹനം ഓടിക്കാവുന്ന രീതിയിലാണ് ദേശീയപാതയിലുള്ളത്. 55 മൈൽ മേലേക്കൊടക്കാട് ഭാഗത്തുണ്ടായിരുന്ന ക്യാമറകൾ ദേശീയപാത നവീകരണ സമയത്ത് നശിച്ചു. താഴേക്കോട് അമ്മനിക്കാട് ഭാഗത്തുള്ള ക്യാമറയും പ്രവർത്തിക്കുന്നില്ലെന്നാണ് വിവരം. വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ ദേശീയപാതയിൽ നിത്യ അപകടത്തിന് കാരണമാകുന്നുണ്ടെന്ന് സമീപവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. ക്യാമറകളുടെ പ്രവർത്തനം നിലച്ചു. എന്നാൽ വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ തടയാൻ പോലീസിന്റെ നിരീക്ഷണവും കാര്യക്ഷമമല്ല. നിലവിലുണ്ടായിരുന്ന ക്യാമറകൾ നന്നാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നുമില്ല. ഇടവേള. മറ്റു വാർത്തകൾ. തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ അൻപോടെ തൃത്താലയുടെ ഭാഗമായി മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മന്ത്രി എം. രാജേഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. വട്ടേനാട് GVHS സ്കൂളിൽ വച്ചാണ് മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. 5000-ഓളം പേർ മെഗാ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഭാഗമായി സർക്കാർ ആശുപത്രികളും എറണാകുളം അമൃത, ലിസി, തൃശൂർ ജൂബിലി, അമല, കോട്ടക്കൽ മിംസ് എന്നിങ്ങനെ കേരളത്തിലെ മികച്ച സ്വകാര്യ ആശുപത്രികളിലെയും ഹോമിയോ, അലോപ്പതി, ആയുർവേദ വിഭാഗങ്ങളിലെയും 100-ലധികം പ്രശസ്ത ഡോക്ടർമാരാണ് മെഡിക്കൽ ക്യാമ്പിൽ പരിശോധനയ്ക്കെത്തിയത്. സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിൽ നിന്നുള്ള പരിശോധനാ സംവിധാനങ്ങളും ചികിത്സാ സംവിധാനങ്ങളുമാണ് ക്യാമ്പിലുണ്ടായിരുന്നത്. മെഗാ മെഡിക്കൽ ക്യാമ്പ് അശരണരും നിരാലംബരുമായ നിരവധി രോഗികൾക്ക് കൈത്താങ്ങായെന്ന് മന്ത്രി പറഞ്ഞു. അൻപ് എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ് അർത്ഥം. സ്നേഹത്തോടെ നിരാലംബരായിട്ടുള്ള, അശരണരായിട്ടുള്ള, ആരോഗ്യ പ്രശ്നങ്ങളുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു പദ്ധതിയാണ് അൻപോടെ തൃത്താല. ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ പ്രത്യേകത തൃത്താലയുടെ ചരിത്രത്തിൽ ആദ്യമാണെന്ന് മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇത്ര വിപുലമായ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് എന്നതാണ്. ഇതുപോലൊരു ക്യാമ്പ് നമ്മുടെ ജില്ലയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇങ്ങനൊരു ക്യാമ്പിൽ ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് ആശങ്കകൾ ഒരുപാടുണ്ടായിരുന്നു. കാരണം തൃത്താലയിലേക്ക് ഈ ആശുപത്രികളെല്ലാം എത്തുക, ഇത്രയും ഡോക്ടർമാർ എത്തിച്ചേരുക വളരെ ഉള്ളിലുള്ള ഒരു പ്രദേശത്തേക്ക് എന്നതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ആ ആശങ്കകൾ മുഴുവൻ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ക്യാമ്പ് ഒരു വലിയ വിജയമായി മാറിയിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന അധ്യക്ഷയായി. പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം മുഖ്യാതിഥിയായി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ VV ബാലചന്ദ്രൻ, P ബാലൻ, K മുഹമ്മദ് സറഫുദ്ദീൻ കളത്തിൽ, PK ജയ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, മുൻ MLA മാർ, അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ, ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമ്പിന്റെ ഭാഗമായി 8 വിഷയങ്ങളിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളും നടത്തി. ഈ വർഷത്തെ കരിപ്പൂർ ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന ന്യൂനപക്ഷക്ഷേമ വഖഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യ ഹജ്ജ് സംഘത്തിന്റെ യാത്രാ വിമാനം മന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു. യുദ്ധഭീഷണിയുള്ള പ്രത്യേക സാഹചര്യത്തിൽ ആഭ്യന്തര സുരക്ഷ നിലനിർത്തുന്നതിനും സമാധാനത്തോടെയുള്ള ജീവിതം സാധ്യമാവുന്നതിനും എല്ലാവരും പ്രാർത്ഥന നടത്തണമെന്ന് തീർത്ഥാടകരോട് ആഹ്വാനം ചെയ്തു. ഈ വർഷത്തെ സംസ്ഥാന ഹജ്ജ് ക്യാമ്പ് കരിപ്പൂരിൽ മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. യുദ്ധഭീഷണി നിലനിൽക്കുന്ന സമയത്താണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടകരുടെ യാത്ര. തീർത്ഥാടകർക്ക് സുരക്ഷിത യാത്ര ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. സൗദി അറേബ്യയിലെ ചൂടേറിയ കാലാവസ്ഥയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും മന്ത്രി സൂചിപ്പിച്ചു. ഇത്തവണ ഒരു യുദ്ധഭീഷണിയിലാണ് ഹജ്ജ് നടക്കുന്നത്. ഇതിനു മുമ്പ് കോവിഡായിരുന്നു നമുക്ക് ഭീഷണി, ഇത്തവണ ഹജ്ജ് ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ഈ ലഗേജ് കുറക്കാൻ കാരണം, അല്ലെങ്കിൽ ഭാരം കുറക്കാൻ കാരണം, അഥവാ 1 മണിക്കൂറിലധികം നമുക്ക് കൂടുതൽ യാത്ര ചെയ്യേണ്ടി വന്നാൽ ആവശ്യമുള്ള ഇന്ധനം സ്റ്റോക്ക് ചെയ്യാൻ വേണം. അതുകൊണ്ട് യാതൊരു ഭയപ്പാടും എനിക്ക് വേണം. പല വാർത്തകളും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായി തന്നെ വിവരങ്ങൾ മുമ്പോട്ട് പറയും. പക്ഷേ നമ്മുടെ അതിർത്തികളെല്ലാം തന്നെ സുരക്ഷിതമാണ്. നമ്മുടെ വ്യോമപാത ഒരു തകരാറുമില്ല. നിങ്ങൾ പറയുന്ന പോലെ തന്നെ 5.5 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ ജിദ്ദ എയർപോർട്ടിൽ എത്തിച്ചേരും. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. P. അബ്ദുൽ ഹമീദ് MLA മുഖ്യാതിഥിയായി സംസാരിച്ചു. ആദ്യ സംഘത്തിലെ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാർക്കുള്ള ബോർഡിംഗ് പാസ് അഹമ്മദ് ദേവർകോവിൽ MLA കൈമാറി. TV ഇബ്രാഹിം MLA തീർത്ഥാടകർക്കുള്ള യാത്രാരേഖകൾ കൈമാറി. PT റഹീം MLA സംസാരിച്ചു. റഷീദ് അലി ശിഹാബ് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കക്കൂത്ത് സംസാരിച്ചു. ആദ്യ 2 വിമാനങ്ങളിൽ പോകുന്ന തീർത്ഥാടകരും യാത്രയക്കാനെത്തിയവരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു.
ആദ്യ ഹജ്ജ് വിമാനം ശനിയാഴ്ച പുലർച്ചെ 12:45 പുറപ്പെട്ടു. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ IX3011 നമ്പർ വിമാനത്തിൽ 77 പുരുഷന്മാരും 95 സ്ത്രീകളും ഉൾപ്പെടെ 172 തീർത്ഥാടകരാണ് ആദ്യ സംഘത്തിൽ യാത്രയായത്. മന്ത്രി വി അബ്ദുറഹ്മാൻ ആദ്യ വിമാനം ഫ്ലാഗ് ഓഫ് ചെയ്തു. സൗദി സമയം പുലർച്ചെ 4:15 വിമാനം ജിദ്ദയിലിറങ്ങി. തീർത്ഥാടകരുടെ ദേഹപരിശോധന, എമിഗ്രേഷൻ എന്നീ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് കരിപ്പൂർ എയർപോർട്ടിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകർ വിമാനം കയറുന്നതുവരെ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകുന്നതിന് നിശ്ചിത എണ്ണം ഹജ്ജ് സെൽ ഉദ്യോഗസ്ഥരെയും എയർപോർട്ടിൽ പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തീർത്ഥാടകർക്ക് യാത്രയിൽ കരുതേണ്ട അത്യാവശ്യ മരുന്നുകൾ ഡോക്ടറുടെ കുറിപ്പോടുകൂടി ലഭ്യമാക്കുന്നതിന് ആരോഗ്യവകുപ്പിന് കീഴിൽ പ്രത്യേക സൗകര്യം ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകർക്ക് സൗദി റിയാൽ ലഭ്യമാക്കുന്നതിന് പ്രത്യേക മണി എക്സ്ചേഞ്ച് കൗണ്ടർ ക്യാമ്പിൽ പ്രവർത്തിക്കും. കണ്ണൂരിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് പുറപ്പെട്ടത്. ഇത്തവണയും തൂതപ്പൂരത്തിന് പേരുകേട്ട ഗജവീരന്മാരെ അണിനിരത്താൻ ബി വിഭാഗം കോർഡിനേഷൻ കമ്മിറ്റി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള 15 ആനകളെയാണ് ബി വിഭാഗം ഇത്തവണ അണിനിരത്തുന്നതെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 14 പൂരാഘോഷ കമ്മിറ്റികളിൽ നിന്നായി 15 ഗജവീരന്മാരെയാണ് ഇത്തവണ ബി വിഭാഗം തൂതാപൂരത്തിനായി അണിനിരത്തുന്നത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, തൃക്കടവൂർ ശിവരാജു, പുതുപ്പള്ളി കേശവൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, ചെർപ്പശ്ശേരി അനന്തപത്മനാഭൻ, ഗുരുവായൂർ നന്ദൻ തുടങ്ങി ആനക്കേരളത്തിലെ പേരുകേട്ട ഗജവീരന്മാർ ബി വിഭാഗത്തിനായി അണിനിരക്കും. ബി വിഭാഗത്തിൻ്റെ ആനച്ചമയ പ്രദർശനം തൂത സർഗ കല്യാണ മണ്ഡപത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇത്തവണ 80 അടി ഉയരത്തിലുള്ള നിലപ്പന്തലും ബി വിഭാഗം ഒരുക്കിയിട്ടുണ്ടെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ബി വിഭാഗം 80 അടി ഉയരമുള്ള ഒരു നിലപ്പന്തൽ ഈ വർഷം തൂത പൂരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വലിയ പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ 80 അടി ഉയരത്തിലുള്ള ഒരു പന്തൽ 9-ാം തീയതി ബി വിഭാഗം ഉദ്ഘാടനം ചെയ്തു. അതെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ബി വിഭാഗത്തിൻ്റെ ചമയ പ്രദർശനം ഉദ്ഘാടനമാണ്. വൈകിട്ട് 5 മണിക്ക് ബഹുമാനപ്പെട്ട ചെർപ്പശ്ശേരി മദ്ദളാചാര്യൻ സർവശ്രീ ശിവേട്ടനാണ് ഉദ്ഘാടനം നടത്തുന്നത്. വിവാഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആനകളുടെ പ്രത്യേകത തന്നെയാണ്. കേരളത്തിലെ എണ്ണം പറഞ്ഞ ആനകളെ അണിനിരത്തുന്ന വിഭാഗമാണ് ബി വിഭാഗം പൂരം. കേരളത്തിൻ്റെ വലിയാനായിട്ടുള്ള തെച്ചിക്കോട്ട് രാമചന്ദ്രൻ, അതുപോലെ തൃക്കടവൂർ ശിവരാജു, പുതുപ്പള്ളി കേശവൻ, SK അനന്തപത്മനാഭൻ, ഊട്ടൊളി തിരുവമ്പാടി ചന്ദ്രശേഖരൻ, ഊട്ടൊളി അനന്തൻ, ഗുരുവായൂർ നന്ദൻ, അതുപോലെ പൂക്കൻസ് കുഞ്ചു, കിരൺ നാരായണൻകുട്ടി, പാമ്പാടി സുന്ദരൻ, മച്ചാട് ജയറാം, ഉദയൻ, മംഗലാംകുന്ന് ഗണേശൻ തുടങ്ങി 15 ആനകളെയാണ് ബി വിഭാഗം അണിനിരത്തുന്നത്. ഓരോ കമ്മിറ്റികളും നല്ല വാശിയിൽ തന്നെയാണ് ആന കൊണ്ടുവരുന്നതിന് ശ്രമിക്കുന്നതിന്. കമ്മിറ്റി പ്രസിഡന്റ് പി പ്രതീഷ്, സെക്രട്ടറി KK അശോകൻ, ട്രഷറർ K സുരേന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി P ശിവചന്ദ്രൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രാരാബ്ധങ്ങളുടെയും ദുരന്തങ്ങളുടെയും കുത്തൊഴുക്കിലും കാലിടറാതെ ജീവിതം തിരിച്ചുപിടിച്ച അമ്മയാണ് കുമരമ്പത്തൂർ പയ്യനിടം വെള്ളപ്പാടത്ത് ജാനകി. ഭർത്താവ് ഉപേക്ഷിക്കൽ, മകൻ്റെ അപകടമരണം, താൻ മക്കളെപ്പോലെ വളർത്തുന്ന പശുക്കൾക്ക് ആരോ വിഷം കൊടുത്തു കൊന്നത്, അങ്ങനെ ഒട്ടേറെ കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ നീന്തിക്കടന്നതാണ് 76 വയസ്സുള്ള ജാനകി അമ്മയുടെ ജീവിതം. ഇന്നും ആരോടും ഒരു പരാതിയും ഇല്ലാതെ പശുക്കളെ വളർത്തി മരുമകളെയും പേരക്കുട്ടികളെയും സംരക്ഷിച്ച് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നു. മാതൃദിനത്തിൽ 76ലും തളരാത്ത ഈ അമ്മയെ പരിചയപ്പെടുത്തുകയാണ് മലബാർ ന്യൂസ്. ജാനകി അമ്മ വെള്ളപ്പാടത്തുകാർക്കൊരത്ഭുതമാണ്. മകന് 5 വയസ്സുള്ളപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചുപോയി. വീട്ടുവേല ചെയ്തും മറ്റും മകനെ വളർത്തി. 30 വർഷം പൊതുവപ്പാടത്തെ ചാലമല എസ്റ്റേറ്റിൽ ജോലി ചെയ്തു. അതിനുശേഷം എഞ്ചിനീയർ ജേക്കബിന്റെ വീട്ടിലായിരുന്നു ജോലി. 35 വർഷം മുമ്പ് അദ്ദേഹം നൽകിയ ഒരു പശുവിലൂടെയാണ് ജാനകിയമ്മയുടെ ജീവിതത്തിലെ പിടിവള്ളിയായത്. പശുവിനെ വളർത്തി ലഭിക്കുന്ന വരുമാനവും ആശാരിപ്പണിക്കാരനായ മകൻ രാധാകൃഷ്ണൻ ജോലി ചെയ്ത് ലഭിക്കുന്ന വരുമാനവുമായി വിശ്രമ ജീവിതത്തിലേക്ക് കടക്കാനിരിക്കെയാണ് വാഹനാപകടത്തിന്റെ രൂപത്തിൽ ദുരന്തം എത്തിയത്. 2010 കൊടക്കാട് ബൈക്ക് അപകടത്തിൽ രാധാകൃഷ്ണൻ മരിച്ചു.
രാധാകൃഷ്ണന്റെ ഭാര്യയും 4 മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഉത്തരവാദിത്തം കൂടി ഈ അമ്മയുടെ ചുമലിലായി. വായ്പയെടുത്തും മറ്റുമായി കൂടുതൽ പശുക്കളെ വാങ്ങി. രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന അധ്വാനം രാത്രി വൈകും വരെ നീളും. മരുമകൾ പത്മാവതിയും അമ്മയ്ക്ക് കരുത്തായി ഒപ്പമുണ്ട്. ഇതിനിടെ നല്ല കറവയുള്ള 5 പശുക്കൾ ഒറ്റ രാത്രി തൊഴുത്തിൽ തന്നെ ചത്തു. പോസ്റ്റ്മോർട്ടത്തിൽ വിഷം ഉള്ളിൽ ചെന്നാണെന്ന് കണ്ടെത്തി. തൊഴുത്തിലിട്ട് കൊടുത്ത പുല്ലിൽ ആരോ വിഷം തളിച്ചതെന്നാണ് കരുതുന്നത്. ഇപ്പോഴും പശുക്കളെ വളർത്തിയാണ് തന്റെയും മരുമകളെയും പേരമക്കളെയും പോറ്റുന്നത്. പാൽ ക്ഷീരസഹകരണ സംഘത്തിന് നൽകും. ഇതിനിടെ തെന്നി വീണ് കൈയും കാലും ഒടിഞ്ഞു. ഒരുവിധം എഴുന്നേറ്റ് നടക്കാറായപ്പോൾ വീണ്ടും തന്റെ ജോലികൾ പുനരാരംഭിച്ചു. പാൽ ക്ഷീരസഹകരണ സംഘത്തിൽ നൽകും. ചാണകത്തിനും ആവശ്യക്കാരുണ്ട്. കഠിനാധ്വാനം ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ടും ക്ഷീരസംഘത്തിലുള്ളവരുടെ സഹായം കൊണ്ടും 3 പേരമക്കളുടെ വിവാഹം നടത്തി. ഇളയ പേരമകൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. പ്രായം 76 ജാനകി അമ്മയുടെ മനസ്സിന് ഇപ്പോഴും യുവത്വമാണ്. വളർത്താൻ തുടങ്ങിയിട്ട് 35 കൊല്ലായി. അതുകൊണ്ടാണ് ജീവിക്കുന്നത്. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് സ്വന്തം കരവിരുതിൽ വിരിഞ്ഞ രൂപങ്ങൾ ഉൾപ്പെടുത്തി വീട്ടിൽ സ്വന്തമായൊരു മ്യൂസിയം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഒറ്റപ്പാലം കോതയൂർ സ്വദേശി വിജയകുമാർ. കറ്റമെതിക്കാനും മറ്റും ഉപയോഗിക്കുന്ന കൊട്ടിലാണ് വിജയകുമാർ മ്യൂസിയമായി മാറ്റിയിരിക്കുന്നത്. കോതയൂർ വലിയമംഗലത്തെ തറവാട്ടിലാണ് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച നിരവധി മിനിയേച്ചർ രൂപങ്ങളും മറ്റു വസ്തുക്കളും ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നത്. അതും 1 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള കൊട്ടിലിനുള്ളിൽ. പണ്ടുകാലത്ത് കൊയ്തെടുത്ത നെല്ല് മെതിക്കാനും സംഭരിച്ചു വെക്കാനും ഉപയോഗിച്ചിരുന്ന കൊട്ടിൽ നവീകരിച്ചാണ് മ്യൂസിയമാക്കി മാറ്റിയിരിക്കുന്നത്. കുത്തബ് മിനാറും ബുർജ് ഖലീഫയും UK-യിലെ ബിഗ് ബെന്നും പിസയിലെ ചെരിഞ്ഞ ഗോപുരവുമെല്ലാം ഈ മ്യൂസിയത്തിലുണ്ട്. 35 വർഷത്തോളം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത വിജയകുമാർ നാട്ടിലെത്തിയ ശേഷമാണ് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് പലതും നിർമ്മിക്കാൻ തുടങ്ങിയത്. ആദ്യം ഇതൊരു ഹോബി ആയിരുന്നെങ്കിലും പിന്നീട് കാര്യമായി. അങ്ങനെയാണ് മിനിയേച്ചർ രൂപങ്ങളും മറ്റും വിജയകുമാറിൻ്റെ കരവിരുതിലുണ്ടായത്. 35 വർഷക്കാലം താൻ ജോലി ചെയ്തിരുന്ന ഓയിൽ റിങ്ങിൻ്റെ വർക്കിംഗ് മോഡലും ഇതിൽ ഉൾപ്പെടും. വർക്കിംഗ് മോഡലുകൾക്കും സ്റ്റിൽ മോഡലുകൾക്കും പുറമെ വിജയകുമാറിൻ്റെ കൈപ്പടയിൽ വിരിഞ്ഞ മനോഹര ചിത്രങ്ങളും മ്യൂസിയത്തിലുണ്ട്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് പഠന വിധേയമാക്കാവുന്ന കുറേയധികം കാഴ്ചകളും ഇവിടെ കാണാം. 10ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള വിജയകുമാർ കണ്ടും കേട്ടും വശത്താക്കിയ അറിവുകൾ മാത്രം ഉപയോഗിച്ചാണ് ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. എൻ്റെ ഹോബിയിൽ പെട്ടത് എനിക്ക് ആർട്ടായിട്ട് നല്ല ബന്ധമുള്ളതുകൊണ്ട് ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് ചെയ്തു വരിക. അപ്പോൾ ഇത് ഞാൻ രാവിലെ ഒരു 10 മണി പേപ്പറൊക്കെ വായിച്ചതിന് ശേഷം ഇവിടെ ഇരിക്കും. ഒരു 2-3 മണിക്കൂർ. അത് കഴിഞ്ഞ് ഊണ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഒരു 3 മണിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 മണി വരെ എൻ്റെ ടൈം പാസ്സായിട്ട് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നു. ഇത് വെറും ഒരു ഹോബിയാണ്. ഇത് സെയിലിനോ അല്ലെങ്കിൽ ഇതിനൊന്നുമല്ല. ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ നമ്മൾ ആനങ്ങാനടി സ്കൂളിൽ വർക്കിംഗ് മോഡലായിട്ട് എൻ്റെ ഒരു റിഗ് പറഞ്ഞാൽ എണ്ണ കുഴിക്കുന്ന ഒരു മോഡല് കൊണ്ടുപോയിട്ട് അതിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് എന്താ വെച്ചാൽ കുറച്ച് എൻ്റെ ഒരു റിഗിൻ്റെ ഒരു മോഡലുണ്ട്, മൈനേച്ചർ. അത് വർക്കിംഗ് മോഡലാണ്. അതിൽ പ്രൊഫഷണലി വൈസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് അറിയുന്നവർക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. അല്ലാത്തവരത് കാണുമ്പോൾ ലൈറ്റും കുറച്ച് തിരിയണതൊക്കെ എന്നെ കാണണം. ഞാൻ കുറച്ച് ഡ്രോയിങ്സ് ഒക്കെ ചെയ്യും, വരച്ചിട്ടുണ്ട്. ആർക്കു വേണമെങ്കിലും വിജയകുമാറിൻ്റെ മ്യൂസിയം സന്ദർശിക്കാം. സന്ദർശകർക്കായി കൂടുതൽ രൂപങ്ങളും ചിത്രങ്ങളും തയ്യാറാക്കുന്ന തിരക്കിലാണ് വിജയകുമാർ ഇപ്പോൾ. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കല്ലടിക്കോട് കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 1 വർഷം നീണ്ട സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഭാഗമായി തുടക്കം മുതൽ സ്കൂളിൽ സേവനമനുഷ്ഠിച്ച അധ്യാപക അനധ്യാപകരുടെ സംഗമം ഗുരുവന്ദനം 2025 നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ അങ്കണത്തിൽ നടത്തിയ പരിപാടി ഗുരുശിഷ്യ സ്നേഹബന്ധത്തിൻ്റെ നേർക്കാഴ്ചയായി. അരനൂറ്റാണ്ടിനിടെ പലപ്പോഴായി സ്കൂളിൻ്റെ പടിയിറങ്ങിപ്പോയവരാണ് വീണ്ടും ഒത്തുചേർന്നത്. PTA പ്രസിഡന്റ് K രാധാകൃഷ്ണൻ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ബിനോയ് M ജോൺ, പ്രധാനാധ്യാപകൻ M ജമീർ, OSA പ്രസിഡന്റ് യൂസുഫ് പാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പൂർവ്വ അധ്യാപകർ അനുഭവങ്ങൾ പങ്കിട്ടു. ഗാനാലാപനവും കവിതാലാപനവും നടത്തി.
ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് വിഷ്ണു വാമനമൂർത്തി ക്ഷേത്രത്തിൽ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ മെയ് 17 നടക്കും. ഇതിനു മുന്നോടിയായി ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. 16ാമത് സംഗീതോത്സവവും 17 നടക്കും. കിഴക്കേടം രാമൻ നമ്പൂതിരി, വേണുഗോപാലൻ പരത്തനാത്തില്ലം എന്നിവരാണ് സപ്താഹയജ്ഞത്തിൻ്റെ മുഖ്യ ആചാര്യന്മാർ. പെരുമനം വിജയൻ നമ്പൂതിരി സഹ ആചാര്യനാണ്. പ്രതിഷ്ഠാദിനമായ 17 രാവിലെ വിശേഷാൽ പൂജകൾ ഉണ്ടായിരിക്കും. നവകം, പഞ്ചഗവ്യം എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് 8 സംഗീതോത്സവം ആരംഭിക്കും. 9:30 വെളിനേഴി സുബ്രഹ്മണ്യൻ, സന്ദീപ് ഓങ്ങല്ലൂർ എന്നിവരുടെ പഞ്ചരത്ന കീർത്തനാലാപനവും ഉണ്ടായിരിക്കും. ഇനി ഷോർട്ട് ന്യൂസ്. കുലുക്കല്ലൂർ വണ്ടുന്തറ മീഡിയ ചാരിറ്റി ആൻഡ് കൾച്ചറൽ സെന്റർ ഓഫീസ് ഉദ്ഘാടനവും രോഗപരിചരണ ഉപകരണങ്ങളുടെ സമർപ്പണവും നടത്തി. ഓഫീസ് ഉദ്ഘാടനം കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രമണി നിർവഹിച്ചു. ഡോക്ടർ റിയാസ് ചിറങ്കര മുഖ്യാതിഥിയായി. മസീഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. രോഗപരിചരണ ഉപകരണങ്ങളുടെ സമർപ്പണം വാർഡ് മെമ്പർ പി കെ ആസ്യ നിർവഹിച്ചു. കെ കെ അബൂബക്കർ ഏറ്റുവാങ്ങി. വി സുരേഷ്, പാലിയേറ്റീവ് നഴ്സ് രമാമണി, എൻ ഗോപകുമാർ, അബ്ദുൽ സലാം, രാജൻ, സി പി നാസർ, സി ഷുക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു. ചോറോട്ടൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഹരേകൃഷ്ണ ഭജൻസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ കര നാവിക വ്യോമ സേനയ്ക്കായി സുദർശന ഹോമവും ഹരേകൃഷ്ണ ഭജൻസിലെ കുട്ടികൾ ചുറ്റുവിളക്കും നടത്തി. 30 ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മാസാചരണം ക്ഷേത്രത്തിൽ നടന്നുവരികയാണ്. ഇതോടനുബന്ധിച്ച് 30 ദിവസവും പ്രഭാത ഭക്ഷണവും ഉണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് ലഹരിവേട്ട. ആനമൂളിയിൽ പൂട്ടിക്കിടന്ന കെട്ടിടത്തിൽ നിന്നും 75 ലക്ഷം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി. പട്ടാമ്പിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 10 കിലോ കഞ്ചാവ് കണ്ടെത്തി. രാജ്യത്തെ ഗ്രാമീണ തൊഴിൽ മേഖലയെ അവഗണിച്ച കോർപ്പറേറ്റുകൾക്ക് വളരാൻ കേന്ദ്ര സർക്കാർ സാഹചര്യമൊരുക്കുകയാണെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CS സുജാത. തുല്യ ജോലിക്ക് സ്ത്രീകൾക്കും തുല്യവേതനമെന്നത് വാക്കുകളിൽ മാത്രമായി ഒതുങ്ങുന്നു. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെ സഞ്ചരിച്ച ഔദ്യോഗിക വാഹനം അപകടത്തിൽപ്പെട്ടു. ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ചാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റാർക്കും കാര്യമായ പരിക്കില്ല. ഇന്ത്യൻ സൈനികർക്ക് ഐക്യദാർഢ്യവുമായി പെരിന്തൽമണ്ണയിൽ മുസ്ലിം ലീഗ് പദയാത്ര. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയെയും വെടിനിർത്തൽ തീരുമാനത്തെയും സ്വാഗതം ചെയ്ത ലീഗ് നേതാക്കൾ. ദേശീയപാതയിൽ പെരിന്തൽമണ്ണ മുതൽ മണ്ണാർക്കാട് വരെ വേഗതാ നിരീക്ഷണ ക്യാമറകളില്ല. വാഹനങ്ങൾക്ക് എത്ര വേഗതയിലും സഞ്ചരിക്കാം. പോലീസ് നിരീക്ഷണവും കാര്യക്ഷമമല്ലെന്ന് പരാതി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.